എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയയ്ക്കുക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ വന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലക്ഷദ്വീപിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിഷയങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളതിൻ്റെ മെറിറ്റ് അനുസരിച്ച് വിഷയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ക്യൂവിൽ വന്നിട്ടുണ്ട്. എന്നാൽ പൊതുവിഷയങ്ങൾ നമുക്ക് കാണാതെ പോകാനും പറ്റില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി ഇന്നലെ വന്നതിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ പോസ്റ്ററും ഐക്കണും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി രാജ്യത്തെ നീതിന്യായ പരമോന്നത നീതിപീഠങ്ങളെയോ നീതിന്യായ കോടതികളെയോ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവർ ഏതെങ്കിലും ഉത്തരവിട്ടാൽ അടുത്ത കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാമെന്നുള്ളതിനപ്പുറം ബാക്കി അതിനെ തെരുവിലൊന്നും അലക്കാൻ കഴിയില്ല, അതിന് പറയാൻ കഴിയില്ല. അത് കോർട്ടലക്ഷ്യമാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരിക്കലും നമുക്കതിന് താല്പര്യവുമില്ല. പക്ഷേ ചില വിഷയങ്ങൾ പൊതുവിഷയങ്ങളായി വരുമ്പോൾ അത് പൊതുചർച്ചയ്ക്ക് വയ്ക്കേണ്ട വിഷയങ്ങളാകുമ്പോൾ പൊതുചർച്ചയ്ക്ക് വയ്ക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിലല്ല കോടതി വിധിയെ ചോദ്യം ചെയ്യാനോ അതിൻ്റെ ഭാഗത്തേക്കല്ല നമ്മൾ കടക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇപ്പോൾ സാധാരണ മുൻസിഫ് കോടതിയുടെ അല്ലെങ്കിൽ താഴെ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, ഫുൾ ബെഞ്ചുണ്ട്, ഇങ്ങനെ പല പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്. പിന്നെ ഇങ്ങനെ പോയി പ്രസിഡൻറ്റിൻ്റെ ദയാഹർജിക്ക് വരെ, പ്രസിഡൻറ്റിൻ്റെ അടുത്ത് വരെ പോകാം കൊലക്കുറ്റമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരുപാട് സാധ്യതയുള്ളൊരു രാജ്യമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നൊരു വിധി അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിധിയല്ലേ എന്നുള്ളതാണ്. ആ വിധിയെ തള്ളി പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. 15 വയസ്സായ കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം എന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം പെൺകുട്ടിയാണോ, ഹിന്ദു പെൺകുട്ടിയാണോ, ക്രിസ്ത്യൻ പെൺകുട്ടിയാണോ, പാഴ്സിയാണോ, ബുദ്ധനാണോ, ജൈനനാണോ, ഏത് ജാതിയാണ്, മതമാണ്, വർഗ്ഗമാണെന്ന് നോക്കാതെ പെൺകുട്ടികൾ 18 വയസ്സെങ്കിലും കഴിയാതെ, 18 വയസ്സ് 21 വയസ്സാണ് ആൺകുട്ടികൾക്ക്, 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സാണ് വിവാഹപ്രായമായി നിൽക്കുന്നത്. പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്ക് 15 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിനകത്തൊരു അനൗചിത്യമില്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കോടതി വിധിയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല, ഞാൻ വീണ്ടും പറയുന്നു. പൊതുവിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ ബാലാവകാശ കമ്മീഷൻ അതിനകത്തൊരു കേസെടുത്തു. 15 വയസ്സായ കുട്ടി കല്യാണം കഴിച്ചതായി ബന്ധപ്പെടുത്തിയൊരു കേസ് ബാലാവകാശ കമ്മീഷൻ എടുത്തു. അവിടെ നിന്നാണ് ഈ കേസ് ജനറേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ വാദം സുപ്രീം കോടതി തള്ളി. 15 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടി പ്രായപൂർത്തിയാവുകയാണെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു പെൺകുട്ടി വീട്ടിൽ ജനിച്ചാൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ഒക്കെ എത്രയും പെട്ടെന്ന് അതിനെ വളർത്തി കല്യാണം കഴിപ്പിച്ച് അയക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അതേസമയം ആൺകുട്ടികളാണെങ്കിൽ അവരെ നന്നായി പഠിപ്പിക്കും, അവർക്ക് വേറെ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും, അവരെ വാഹനം പഠിപ്പിക്കും, അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, തൊഴിൽ ഉണ്ടാക്കി കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പഠനത്തിലേക്ക് ഒക്കെ മാറി അവർ ജോലിയൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ 15 വയസ്സും 18 വയസ്സിലേക്ക് വിവാഹം കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു 20 വയസ്സെങ്കിലും, ഡിഗ്രി വരെയെങ്കിലും ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ഡിഗ്രി വരെയെങ്കിലും പഠിക്കുമ്പോഴാണ് അവർക്ക് ശാരീരികമായ പക്വത വരുന്നത്, മാനസികമായ പക്വത വരുന്നത്, എല്ലാം വന്ന്. പിന്നെ മാത്രമല്ല, ഈ 15 വയസ്സിലാകുന്ന കുട്ടി മുസ്ലിം കുട്ടികളാണെങ്കിൽ, മുസ്ലിം ആളുകളാണെങ്കിൽ പോപ്പുലേഷൻ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ അത് കുറ്റമായിട്ട് പറയില്ല. അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അത് ധാരാളം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദു കുടുംബാസൂത്രണം വന്നതിന് ശേഷം ഹിന്ദുക്കൾക്ക് 2 കുട്ടികൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് 2 കുട്ടികൾ, മുസ്ലിം കമ്മ്യൂണിറ്റി അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല, അവർ വേറൊരു തരത്തിലാണ് ചിന്തിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങൾ വേണം ആകാം മാതാപിതാക്കൾക്ക്, ബാപ്പയ്ക്കും ഉമ്മയ്ക്കും. അതൊന്നും നമുക്ക് ചർച്ച ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന വിഷയമേ ഇല്ല. ഞങ്ങൾക്ക് ഒരു താല്പര്യം, ഒരു ഇൻറ്റൻഷനേ ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ചിലപ്പോൾ കുട്ടികൾ 2ഉം 3ഉം ഒക്കെ ആവുകയാണെങ്കിൽ 15 വയസ്സിലെ ആ കുഞ്ഞ് അമ്മയാകുന്നു. അല്ല, 15 വയസ്സിൽ അമ്മയായാൽ ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ കുഞ്ഞിന് 15 വയസ്സാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 30 വയസ്സാകുമ്പോൾ അത് അമ്മുമ്മയാകുന്നു, ഉമ്മയാകുന്നു. പിന്നെ ഒരു 45 വയസ്സാകുമ്പോൾ അടുത്ത തലമുറ വരുന്നു. ഒരു ക്രൂരതയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ഒരു 20 വയസ്സെങ്കിലും ആകാതെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാവോ എന്നുള്ളൊരു ചർച്ച നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. പുരുഷന്മാർക്ക് ഒരു 10-25 വയസ്സെങ്കിലും ആകാതെ വിവാഹമാകാമോ എന്നുള്ള ചർച്ചയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. എന്തായാലും കോടതി വിധി അങ്ങനെ നിൽക്കട്ടെ. അത് നമുക്ക് വിധിയെ ചലഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പൊതു ചർച്ച സമൂഹത്തിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ജാതി നോക്കി നമുക്ക് പ്രായം കൊടുക്കുന്നത് ശരിയല്ല. ജെൻഡർ നോക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അത് മുസ്ലിം പെൺകുട്ടിയായാലും ക്രിസ്ത്യൻ പെൺകുട്ടിയായാലും ഹിന്ദു പെൺകുട്ടിയായാലും 15 വയസ്സെന്ന് പറഞ്ഞാൽ SSLCക്ക് പഠിക്കുന്ന പ്രായമാണ്. എന്താണ് വിഷയങ്ങളെന്ന് പോലും, ഗർഭിണിയാകുന്നതിനെ സംബന്ധിച്ചോ തൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും മനസ്സിലാകാത്ത കുഞ്ഞു പ്രായമാണത്. അവർ വളരട്ടെ, പഠിക്കട്ടെ, ചിത്രശലഭങ്ങൾ പോലെ വളർന്ന് പന്തലിച്ച് ഒരു 20 വയസ്സെങ്കിലുമായി നല്ല ഒരു ജോലിക്ക് തേടാനുള്ളൊരു കപ്പാസിറ്റിയെങ്കിലുമായിട്ട്, ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ജോലി തേടാനുള്ളൊരു കപ്പാസിറ്റിയുമായിട്ട് അവർ വിവാഹം കഴിക്കട്ടെ. അതുവരെ ഈ കോടതി വിധികളൊക്കെ നമുക്ക് സമൂഹത്തിൽ കൃത്യമായി സാമൂഹ്യ ചർച്ച നടക്കട്ടെ.
അതിനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്.